ഹലോ എവ്രിവൺ, നിങ്ങൾക്ക് ബച്ചേലാൽ സഹാനി എന്ന പേരുള്ള ഒരാളെ അറിയൂ? ആനന്ദ് മഹീന്ദ്ര അടുത്ത കാലത്ത് ട്വീറ്റ് ചെയ്ത ഒരു പഴക്കച്ചവടക്കാരനില്ലേ, അയാളാണ് ഇത്. ബച്ചേലാൽ വാർത്തകൾ ഇടം പിടിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താണത്? അദ്ദേഹം ഫ്രൂട്ട്സ് വിറ്റതിന് ആനന്ദ് മഹീന്ദ്രയിൽ നിന്നും ക്യാഷ് ആയിട്ടോ UPI ആയിട്ടോ അല്ല, ഡിജിറ്റൽ റുപ്പി ആയിട്ടാണ് പൈസ വാങ്ങിയത് എന്നുള്ളതാണത്. ഇന്ത്യയുടെ മാറ്റത്തിന്റെ ഒരു സൂചനയാണോ നമ്മൾ ഇതിൽ കണ്ടത്? RBI ഗവർണർ ശക്തികാന്ത ദാസ് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ഡിജിറ്റൽ റുപ്പിയാണ് ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ റുപ്പിയും CBDCയും? ഇത് ഉണ്ടാക്കാൻ എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? ഡിജിറ്റൽ റുപ്പി, ഫിസിക്കൽ കറൻസി, UPI എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് എന്തിനാണ് ഡിജിറ്റൽ കറൻസി? അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഡിജിറ്റൽ കറൻസി നമുക്ക് ഉപയോഗിക്കാം? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാൻ പോവുകയാണ്. അതിന് മുൻപ് ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് ഓരോ ദിവസവും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് today's video. എന്താണ് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ e-Rupee അല്ലെങ്കിൽ CBDC? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നവംബർ 1, 2022 നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു വിന്റർ ഗിഫ്റ്റ് നൽകുകയുണ്ടായി. അതാണ് CBDC എന്ന സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഡിജിറ്റൽ രൂപത്തിലുള്ള കറൻസിയാണ്. നമ്മുടെ പോക്കറ്റിലെ വാലറ്റിൽ അല്ലെങ്കിൽ പേഴ്സിൽ നോട്ടുകളും കോയിനുകളും ഒക്കെ വെക്കുന്നത് പോലെ നമ്മുടെ ഫോണിലെ വാലറ്റിൽ ഈ CBDC വെക്കാൻ പറ്റും. ഫിസിക്കൽ കറൻസി പോലെ ഈ ഡിജിറ്റൽ കറൻസി കൊണ്ട് നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും കച്ചവടക്കാർക്ക് പേയ്മെന്റുകൾ നടത്താനും കഴിയും. നമ്മുടെ കറൻസി റുപ്പി ആയതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ കറൻസിയുടെ പേര് e-Rupee എന്നാണ്. RBI ഇഷ്യൂ ചെയ്യുന്ന ഈ e-Rupee സാധാരണ നോട്ടുകൾ പോലെ ലീഗലായിട്ട് തന്നെ കണക്കാക്കപ്പെടും. അതായത് ഏത് വ്യക്തിക്കും സ്ഥാപനത്തിനും കച്ചവടക്കാരനും ഡിജിറ്റൽ റുപ്പിയിൽ നടത്തിയ പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സാധാരണയുള്ള ക്യാഷിന്റെ പോലെ തന്നെയുള്ള ഡിനോമിനേഷനുകളിൽ നമുക്ക് CBDC കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ 1, 2, 5, 10, 20, 50, 200, 500, 2000 എന്നീ രൂപകളുടെ കറൻസി നോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ അതേ ഡിനോമിനേഷനിലാണ് ഡിജിറ്റൽ കറൻസിയുടെ ടോക്കണുകളും ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഇമേജ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ e-Rupeeയുടെ ഡിസൈൻ എത്രമാത്രം ഡിഫറെന്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് സെൻട്രൽ ബാങ്ക് പിന്തുണയ്ക്കുന്ന ഒരു സോവറിൻ കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചുള്ള എല്ലാത്തരം പേയ്മെന്റുകളും നിയമാനുസൃതമായതായിരിക്കും. മാത്രമല്ല ലീഗൽ ടെൻഡറുമായിരിക്കും. ഇത് മാത്രമല്ല ഓരോ e-Rupeeയിലും ഒരു പ്രത്യേക നമ്പർ ഉണ്ട്. അത് ഓരോ ടോക്കണിന്റെയും ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒന്നാണ്. മൊബൈൽ ഫോണിൽ ഈ CBDC സ്റ്റോർ ചെയ്ത് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് യൂസർ ഒരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. RBI പ്രസിദ്ധീകരിച്ച കൺസെപ്റ്റ് നോട്ട് പ്രകാരം CBDC നിലവിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഓപ്ഷനുകളായിട്ടുള്ള പേടിഎം, ഗൂഗിൾ പേ, ഭീം, ഇന്റർനാഷണൽ ബാങ്കിംഗ് എന്നിവയുമായിട്ട് ഫ്യൂച്ചറിൽ തടസ്സരഹിതമായിട്ട് കണക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ക്രിപ്റ്റോ കറൻസി പോലെ തന്നെ ഡിജിറ്റൽ റുപ്പിയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാറ്റാനോ ഹാക്ക് ചെയ്യാനോ പറ്റിക്കാനോ കഴിയാത്ത വിധത്തിൽ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ. ഡിജിറ്റൽ അസറ്റുകളുടെ ട്രാൻസാക്ഷനുകളും ഓണർഷിപ്പും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ്വർക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ റുപ്പി വളരെ സ്വകാര്യതയുള്ള പ്രൈവറ്റ് പെർമിഷൻഡ് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ ട്രാൻസാക്ഷൻ വിവരങ്ങൾ സെൻഡർ, റിസീവർ, ബാങ്ക് എന്നിവരുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പബ്ലിക്കിന് അവൈലബിൾ ആവില്ല. അപ്പോൾ പ്രൈവറ്റ് പെർമിഷൻഡ് ബ്ലോക്ക് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ നെറ്റ്വർക്കിലെ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിനെ റെഗുലേറ്റഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സെക്യൂരിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. യൂസേഴ്സിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് CBDCകൾ ഓരോ CBDC യൂണിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ റുപ്പി പ്രത്യേകം കണ്ടെത്തി ട്രേസ് ചെയ്യാവുന്ന ഓതറൈസ്ഡ് നെറ്റ്വർക്കുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന UPIയെ ഹോസ്റ്റ് ചെയ്യുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ്വർക്ക് തന്നെയാണ് CBDCയെയും ഹോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ശരിയായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ലോകവ്യാപകമായി നമ്മുടെ ബാങ്കിംഗ് പേയ്മെന്റ് ഇൻഡസ്ട്രിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന UPIക്ക് ശേഷമുള്ള വേറൊരു സ്ട്രാറ്റജിക് മാറ്റമാകാൻ വേണ്ട എല്ലാ കഴിവും ഡിജിറ്റൽ റുപ്പിക്കുണ്ട്. സാമ്പത്തിക അംഗീകാരം മാത്രമല്ല, ട്രാൻസാക്ഷനുകൾക്ക് എടുക്കുന്ന സമയവും ചെലവും കുറയുകയും കൂടാതെ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ക്യാഷ്ലെസ് ആവുന്നതിൽ ഒരു വലിയ മാറ്റവും ഇതുകൊണ്ട് സംഭവിക്കും. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ CBDCയെ കുറിച്ച് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ഇറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് e-Rupeeയും സാധാരണ കറൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. UPI ഉള്ളപ്പോൾ എന്തിനാണ് പിന്നെ e-Rupee? നമുക്ക് നോക്കാം. ഫിസിക്കൽ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടുകളും കോയിനുകളും. നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ മികച്ച ഒരു പ്രിന്റിംഗ് പ്രസ്സും കോയിനുകൾക്ക് നാണയം അടിക്കുന്ന സ്ഥാപനവും ഒക്കെ വേണം. നോട്ടുകൾക്ക് വേണ്ട പേപ്പർ,
പേപ്പറിന്റെയും ഇങ്കിന്റെയും ക്വാളിറ്റി നിലനിർത്താൻ കറൻസിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സവിശേഷതകൾ ഒരേപോലെ ആയിരിക്കാൻ സ്ട്രിക്റ്റ് ക്വാളിറ്റി ചെക്കുകൾ അത്യാവശ്യമാണ്. കോയിനുകളുടെ നിർമ്മാണവും എളുപ്പമല്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അല്ലേ? അത് അത്ര എളുപ്പമുള്ള പണിയല്ല. പിന്നെ നോട്ടുകൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് കേടുവരാമെന്നുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം പുതിയ നോട്ടുകൾ അച്ചടിക്കേണ്ടി വരും. ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ക്യാഷ് രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഉള്ള ബാങ്കുകളിലും എത്തിക്കണം. ബാങ്കുകൾ ഏജന്റുകൾ വഴി അവരുടെ ATMകളിൽ റീഫിൽ ചെയ്യണം. അവിടെ നിന്നാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഫിസിക്കൽ ക്യാഷ് ഉപയോഗത്തിനായിട്ട് കിട്ടുന്നത്. ഈ പ്രോസസ് എല്ലാം ചെയ്യാൻ ഹൈ ലെവൽ സെക്യൂരിറ്റി, മോണിറ്ററിംഗ് ആൻഡ് സർവൈലൻസ് എന്നിവയൊക്കെ ആവശ്യമാണ്. ഇനി ഡിജിറ്റൽ കറൻസി ആണെങ്കിലോ നിർമ്മാണ ചെലവ് ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ഈ ഡിജിറ്റൽ ടോക്കണുകൾ രാജ്യത്തെ ഏത് ലൊക്കേഷനുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ ഡിജിറ്റൽ ആയതുകൊണ്ട് ഇതിന്റെ ലൈഫിന് ഒരു കാലാവധി ഒന്നുമില്ല. അതായത് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ മറന്നു, അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് ആകെ നോട്ട് നാശമായി എന്ന് പറയുന്ന അവസ്ഥ ഇനി വേണ്ടി വരില്ല എന്നർത്ഥം. നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച ഡിജിറ്റൽ ട്രാൻസാക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്ത പ്ലാറ്റ്ഫോമാണ് UPI അല്ലെ? ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, ഭീം തുടങ്ങിയ ആപ്പുകൾ UPI വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ഇപ്പോഴും നടത്താവുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഡിജിറ്റൽ കറൻസി ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഡിഫറൻസ് എന്നുള്ളത് പോട്ടെ, UPI വഴി ഇപ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് RBI പുതിയൊരു കറൻസി കൊണ്ട് വരുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. ഒരു കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ UPIയും ഡിജിറ്റൽ റുപ്പിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും നമുക്ക് ഡിജിറ്റൽ രൂപത്തിൽ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. പക്ഷേ ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇത് പരിശോധിക്കാം. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് മാഗി നൂഡിൽസ് വാങ്ങണം എന്ന് വിചാരിക്കുക. എന്നിട്ട് ഫോൺ പേയോ പേടിഎമ്മോ ഗൂഗിൾ പേയോ വഴി UPI ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. ആ പേയ്മെന്റ് നടക്കുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, പണം ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ആ കടയുടമയുടെ സ്പീക്കറിൽ നിന്ന് പൈസ അയാളുടെ അക്കൗണ്ടിൽ എത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദവും കേൾക്കാം. ലൈക്ക് ₹100 ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ പേടിഎം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ അപ്പോൾ തന്നെ ആ ചേട്ടന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളത്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്, ആ ഫണ്ട് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകില്ല. എമൗണ്ട് ഡെബിറ്റ് ആയി അല്ലെങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വന്നെങ്കിലും ആക്ച്വലി ബാങ്കിൽ ആ ട്രാൻസാക്ഷൻ അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകില്ല. ബട്ട് ഹൗ? ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇന്ത്യൻ ബാങ്കിൻ്റെതും മറ്റേ ആളുടെ അക്കൗണ്ട് SBIയുടേതുമാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ രണ്ട് ബാങ്കുകളും ഓരോ തവണ ഇവിടെ യൂസേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അപ്പോൾ തന്നെ ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുക അല്ല ചെയ്യുന്നത്. ഈ രണ്ട് ബാങ്കുകൾക്കും ഇടയിൽ ഓരോ ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ മൊട്ടുസൂചി മുതൽ ഡൊമിനോസ് പിസ്സ വരെ ഓൺലൈനിൽ പേയ്മെന്റ് വഴി ആളുകൾ ഓർഡർ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഇത് ഓരോന്നിനും വേണ്ടിയിട്ട് ബാങ്കുകൾ തമ്മിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് നടത്താൻ നിൽക്കില്ല. പകരം ഒരു ദിവസത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇന്റർവെൽ കൂടുമ്പോൾ അതുവരെ നടന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും കൂടെ എക്സ്ചേഞ്ച് ഒരുമിച്ച് നടത്തുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം 150 കോടി രൂപ SBIയിൽ നിന്നും ഇന്ത്യൻ ബാങ്കിലേക്കും 50 crores ഇന്ത്യൻ ബാങ്കിൽ നിന്ന് SBIയിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടെന്നിരിക്കട്ടെ. അപ്പോൾ 100 കോടി SBIയിൽ നിന്നും ഇന്ത്യൻ ബാങ്കിലേക്ക് ഒറ്റ തവണയായിട്ട് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ മതിയാവും. പക്ഷേ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പൈസ കൊടുക്കുമ്പോൾ മിക്കവാറും ഇപ്പോഴും നമ്മൾ ഫിസിക്കൽ ക്യാഷ് ആയിട്ട് തന്നെയായിരിക്കും കൊടുക്കുക. അവിടെ ബാങ്കുകൾ തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ ഡിജിറ്റൽ മണിയിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൽ ബാങ്കുകൾ തമ്മിലുള്ള സെറ്റിൽമെന്റ് ആവശ്യം വരുന്നില്ല. കാരണം പണം ഒരു ഡിജിറ്റൽ റുപ്പി വാലറ്റിൽ നിന്നും മറ്റൊരു ഡിജിറ്റൽ റുപ്പി വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ ബാങ്കുകൾക്ക് ഒരു റോളും ഇല്ല. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെയാണ്, പക്ഷേ ഡിജിറ്റൽ ഫോമിലാണെന്നും മാത്രം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫിസിക്കൽ ക്യാഷിനേക്കാളും UPIയേക്കാളും എളുപ്പവും സൗകര്യപ്രദവുമായിട്ടുള്ള ഓപ്ഷനാണ് ഡിജിറ്റൽ റുപ്പി. പക്ഷേ നിങ്ങളുടെ ഈ റുപ്പി വാലറ്റിൽ പണം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ റുപ്പിയുടെ ചില ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഈ റുപ്പിയിലൂടെ ഗവൺമെന്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ലളിതവും സ്ട്രേറ്റ് ഫോർവേഡും ആക്കാൻ ശ്രമിക്കുകയാണ്. CBDC അല്ലെങ്കിൽ ഈ റുപ്പി വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഫിസിക്കൽ കറൻസി ഇഷ്യൂ ചെയ്യാനുള്ള ചെലവും ട്രാൻസാക്ഷൻസിന്റെ ചെലവും ഗണ്യമായിട്ട് കുറയുമെന്നാണ് RBI പ്രതീക്ഷിക്കുന്നത്. ഈ റുപ്പി ട്രാൻസാക്ഷൻസിൽ ക്ലിയറിംഗ് ഹൗസ്, ബാങ്ക് സെറ്റിൽമെന്റ് തുടങ്ങിയവയുടെ ആവശ്യം ഉണ്ടാകില്ല. അങ്ങനെ ട്രാൻസാക്ഷൻസിന്റെ സ്പീഡ് കൂടും. അതിനോടൊപ്പം പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെലവുകൾ, പരിമിതമായിട്ടുള്ള ലൈഫ്, ഫേക്ക് നോട്ട്സ് തുടങ്ങിയ ഫിസിക്കൽ ക്യാഷിന്റെ പരിമിതികൾ എല്ലാം ഇല്ലാതാക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ട്രേഡിൽ വളരെ പ്രധാനമായ ക്രോസ് ബോർഡർ പേയ്മെന്റിൽ ഈ റുപ്പി ഒരുപാട് സൗകര്യപ്രദമാകും. കാരണം റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ക്രോസ് ബോർഡർ പേയ്മെന്റ് മെക്കാനിസം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 9 ക്രോസ് ബോർഡർ ബാങ്ക് ടു ബാങ്ക് CBDC ടെസ്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവ ഭാവിയിലെ ട്രേഡ് ട്രാൻസാക്ഷനുകൾക്ക് കാരണമാകാം. അതുകൊണ്ട് ആഗോള സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും തയ്യാറായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഈ കളർ കോഡഡ് വേൾഡ് മാപ്പിൽ സ്വന്തം CBDC അവതരിപ്പിച്ച 11 രാജ്യങ്ങളെ കാണാം. 21 രാജ്യങ്ങളിൽ ഇത് പൈലറ്റ് ഫേസിലാണ് ഇപ്പോൾ.
ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഇക്കാലത്ത് ഈ റുപ്പി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു വലിയ റോൾ വഹിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ തന്നെയല്ലേ ക്രിപ്റ്റോ കറൻസിയും നേടാൻ ശ്രമിച്ചത് എന്ന് നമുക്കപ്പോൾ തോന്നിയേക്കാം. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു പുതിയ കറൻസിയുടെ ആവശ്യം, അല്ലെ? ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻസ് പോലെയുള്ള ക്രിപ്റ്റോ കറൻസി അനോണിമസ് ആണ്. അത് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിരീക്ഷിക്കാനും ഒന്നും പറ്റില്ല. ഇത് കാരണം ഡ്രഗ് വിൽപ്പന, അതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള ആയുധ വിൽപ്പന, സ്മഗ്ലിംഗ് അല്ലെങ്കിൽ പൈറസി എന്നിവയ്ക്കൊക്കെ ഇതാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. കൂടാതെ വളരെ അധികം വോളറ്റൈൽ ആയിട്ടുള്ള നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ കയ്യിലേക്ക് ഏത് രാജ്യമാണ് അവരുടെ എക്കോണമിയെ അല്ലെങ്കിൽ എക്കോണമിയുടെ മോണിറ്ററി സിസ്റ്റത്തിന് വിട്ടുകൊടുക്കുക? അപ്പൊ എന്തുകൊണ്ട് സ്വന്തം ഡിജിറ്റൽ കറൻസി ഇറക്കിക്കൂടാ എന്ന് ഈ രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോയും CBDCയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ഗവൺമെന്റിന്റെ അധികാര പരിധിക്ക് പുറത്താണ് എന്നുള്ളതാണ്. ഒരു മോണിറ്ററി സിസ്റ്റത്തിനെ ഒന്നിൽ കൂടുതൽ റെഗുലേറ്ററി സ്ഥാപനങ്ങൾ വെച്ച് നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം പല രാജ്യങ്ങളും ഡിജിറ്റൽ കറൻസിയുടെ ഈ റേസിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും ഡിജിറ്റൽ കറൻസിയിലൂടെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ എങ്ങനെ അത് ചെയ്യാം? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ റുപ്പി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ. തിരഞ്ഞെടുക്കപ്പെട്ട 8 ബാങ്കുകൾ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ഭുവനേശ്വർ എന്നീ നഗരങ്ങളിലെ അവരുടെ യൂസേഴ്സിന് ഈ റുപ്പിയിൽ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ പൈലറ്റിന്റെ ആദ്യ ഫേസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് എന്നിവ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് എന്നിവയും ഇതിൽ ചേരുന്നതാണ്. ഈ പൈലറ്റ് ഒരു ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പിൽ ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിലൂടെ ബാങ്കുകൾ ചില തെരഞ്ഞെടുക്കപ്പെട്ട യൂസേഴ്സിന് SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി ഇൻവിറ്റേഷൻസ് അയക്കും. പതുക്കെ മറ്റു ബാങ്കുകളും അവരുടെ യൂസേഴ്സിന് ഈ പൈലറ്റിൽ ഉൾപ്പെടാനുള്ള ഓപ്ഷൻ കൊടുക്കും. ഈ പൈലറ്റിലൂടെ ഈ റുപ്പിയുടെ പ്രവർത്തനം, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുടെ ആകെയുള്ള സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. പൈലറ്റിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ വഴി RBI CBDC യൂസ് കേസുകൾ ഡിസൈൻ ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യും. ഇതിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ സ്വന്തം ഡിജിറ്റൽ റുപ്പി വാലറ്റിന്റെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. യൂസേഴ്സിന് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് ഉപയോഗിക്കാം. ഓരോ ബാങ്കിന്റെയും ഡിജിറ്റൽ റുപ്പി വാലറ്റിന്റെ യൂസർ ഇന്റർഫേസ് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. ICICI ബാങ്കിന്റെ ഡിജിറ്റൽ റുപ്പി വാലറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇതിനായി ICICI ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ പോവുക. അവിടെ ഡിജിറ്റൽ റുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ ആപ്പ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. CUGയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിന്റെ SMS അല്ലെങ്കിൽ ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റിൽ ചേരാം. ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളവർക്ക് നേരിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. രജിസ്ട്രേഷന് ICICI ബാങ്കിന്റെ ഡെബിറ്റ് കാർഡിന്റെ ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് KYC പ്രോസസ് ചെയ്യണം. ഈ പൈലറ്റിൽ നിങ്ങളുടെ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രം ഡിജിറ്റൽ വാലറ്റിലേക്ക് കറൻസി ചേർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ KYC ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ലോഗിൻ പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ആപ്പിൽ സെറ്റ് ചെയ്യണം. ICICI ഡിജിറ്റൽ റുപ്പി വാലറ്റിന്റെ ലോഗിൻ സ്ക്രീൻ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. ഇനി അടുത്തതായി എങ്ങനെ ICICI ബാങ്കിന്റെ ഡിജിറ്റൽ റുപ്പി വാലറ്റിൽ പണം ലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആപ്പിന്റെ ഡാഷ്ബോർഡ് ഏതാണ്ട് ഇതുപോലെയാണ്. ലോഡ് ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കറൻസിയുടെ ഡിനോമിനേഷൻസ് കാണാൻ പറ്റും. നോട്ട്സ് അല്ലെങ്കിൽ കോയിൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി മുകളിലെ ഓപ്ഷൻ നോക്കുക. ലെഫ്റ്റും റൈറ്റും സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് എല്ലാ കറൻസി ഡിനോമിനേഷൻസും കാണാൻ പറ്റും. ഏതെങ്കിലും ഡിനോമിനേഷൻസിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൂല്യം മുകളിൽ ആഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മൂല്യം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. താഴെയുള്ള ലോഡ് ഡിജിറ്റൽ റുപ്പിയിൽ അമർത്തി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം വാലറ്റിൽ ചേരും. ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ റുപ്പി വെച്ച് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺ ടു മെർച്ചന്റ് ട്രാൻസാക്ഷനുകൾ ഈ വാലറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും. സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെൻഡർ, റീറ്റെയിലർ, ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് എന്നിവരുടെ മൊബൈൽ നമ്പർ ചേർക്കാം. അല്ലെങ്കിൽ UPIയിൽ ചെയ്യുന്ന പോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്യുകയും ആവാം. പക്ഷേ ഓർക്കുക, രാജ്യം മുഴുവനും ഈ റുപ്പി എത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഡിജിറ്റൽ റുപ്പിക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രീസിന് മാത്രമേ ഇപ്പോൾ ഈ റുപ്പി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അയക്കാൻ കഴിയുകയുള്ളൂ. ഇനി കുറച്ചുകൂടി കാലം കഴിയും എല്ലാവരേക്കും ഇത് എത്താൻ വേണ്ടിയിട്ട്. റിലയൻസ് റീറ്റെയിൽ, ഇന്ത്യൻ ഓയിൽ, കഫേ കോഫി ഡേ തുടങ്ങിയ കച്ചവടക്കാർ ഇപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ റുപ്പി പൈലറ്റിലുണ്ട്. ഡാഷ്ബോർഡിലെ കളക്ട് എന്ന ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ QR കോഡ് കാണാൻ പറ്റും. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു വാലറ്റ് യൂസേഴ്സിൽ നിന്ന് ഡിജിറ്റൽ കറൻസി സ്വീകരിക്കുകയും ആവാം. അവസാന ഓപ്ഷൻ റിഡീം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക, അല്ലെ? ഈ ഓപ്ഷൻ വഴി നിങ്ങളുടെ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിജിറ്റൽ കറൻസിയുടെ മൂല്യത്തിന് തുല്യമായ തുക അയക്കാനും പറ്റും. അതിന് ഡാഷ്ബോർഡിൽ റിഡീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ ഈ റുപ്പീസ് കാണാൻ പറ്റും. തുക ചേർക്കാൻ സ്വൈപ്പ് ചെയ്യുക, കുറക്കാൻ താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. പിന്നെ റിഡീം ഡിജിറ്റൽ റുപ്പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത ശേഷം പിൻ ചേർക്കുക.
അപ്പോൾ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. സിമ്പിൾ അല്ലേ? UPI പോലെ CBDC ഉപയോഗിച്ച് നോട്ട് പ്രിന്റിംഗ്, കോയിൻ അടിക്കൽ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയ്ക്ക് വേണ്ട ഫിനാൻഷ്യൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് കുറയ്ക്കാൻ സെൻട്രൽ ബാങ്ക് ആലോചിക്കുകയാണ്. ഇതോടൊപ്പം ക്വിക്കായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഡിജിറ്റൽ റുപ്പി നല്ല യൂസർ എക്സ്പീരിയൻസും നൽകും. ഇതുകൊണ്ട് ബച്ചേലാൽ സഹാനിജിയെ പോലെയുള്ള ഏറ്റവും ചെറിയ കച്ചവടക്കാർക്ക് പോലും ഡിജിറ്റൽ പേയ്മെന്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഡിജിറ്റൽ റുപ്പിയിലൂടെ സാമ്പത്തികമായി എല്ലാവരെയും ഒത്തുചേർക്കുക എന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ സഹായിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയയും ഡിജിറ്റൽ റുപ്പി ഫീച്ചേഴ്സ് തുടങ്ങുമ്പോൾ ഉടൻ തന്നെ അതൊന്ന് യൂസ് ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ തോട്ട്സ് കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.